നാണക്കേടാണ്. പക്ഷെ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഒരു പുസ്തകം എഴുതി, അത്ഭുതങ്ങളുടെ താക്കോൽ. ഒരു പുസ്തകം ഞാൻ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു, ഇങ്ങോട്ട് കിട്ടിയാൽ പോവാ. അയ്യോ, കൊച്ചു പേടിച്ചു പോയി. കിട്ടിയാലെടുത്തു. എത്ര കോപ്പി കിട്ടിയെടുത്തെന്നറിയോ? 80 ലക്ഷം. 10ാം ക്ലാസ്സിലാണ്. എൻ്റെ അത് അച്ചടിച്ചതിൻ്റെ തെളിവുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ കയറുമായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു 100 പുസ്തകം എഴുതണം. പുസ്തകം എഴുത്തുകാരുകളൊന്ന് ചോദിച്ചു നോക്കണം. ക്രിസ്തീയ പുസ്തകം എഴുതുന്നുണ്ട്, 10 പുസ്തകം എഴുതാൻ പ്രയാസമാണ്. 82 പുസ്തകമായി. 4 എണ്ണം കമ്പ്യൂട്ടറിൽ നിന്നുണ്ട്, 2 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. 88 പുസ്തകം. ഒരു ഡ്രീം, ഒരു സ്വപ്നം, ഒരു വലിയ സ്വപ്നം, ഒരു സ്വപ്നം, വലിയ സ്വപ്നം. അടുത്തത്, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് സ്വീകരിക്കണം. ഇംഗ്ലണ്ടിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിലെത്തി. കൈ പൈസ ഇല്ല. ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് അമേരിക്കയിലെ സായിപ്പന്മാരെല്ലാം. ഒത്തിരി ജനറൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒത്തിരി ജനറൽ വായിക്കണം കേട്ടോ. ടെലിഫോണിനകത്ത് നോക്കിക്കൊണ്ടിരുന്നാലും വാട്സപ്പ് നോക്കിക്കൊണ്ടിരുന്നാലും കിട്ടത്തില്ല. വായിക്കണം. പുസ്തകങ്ങൾ, മാസികകൾ വായിക്കണം. IAS പോകണമെന്ന് പറഞ്ഞവർക്ക് പറഞ്ഞുതരാം. 10 ന്യൂസ് പേപ്പർ വായിക്കരുത്. ന്യൂസ് പേപ്പർ വായിക്കുന്നത് മാതാപിതാക്കൾ വിചാരിക്കും ഇയാളുടെ മുമ്പിൽ കൊണ്ട് എൻ്റെ കൊച്ചിനെ ഇരുത്തി കുഴപ്പമായിരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു കാണും, അധ്യാപകർ പറഞ്ഞു കാണും, ന്യൂസ് പേപ്പർ വായിക്കണം. ഒരു ന്യൂസ് വീക്കിലി വായിക്കണം. പേപ്പറിനകത്ത് വരുന്നതൊന്നും നിങ്ങൾക്ക് കാശ് കൊള്ളാത്ത, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ന്യൂസ് വീക്കിലി, ഇന്ത്യ ടുഡേ, ഫ്രണ്ട് ലൈൻ ആണെന്ന് തോന്നുന്നു, ഹിന്ദു പേപ്പറുകാരാണ്. ഇതൊക്കെ വായിക്കുക. അപ്പം അതിനകത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇങ്ങോട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിലെത്തി. കൈ പൈസ ഇല്ല, കുറച്ച് രൂപയോട് ജീവിക്കാനൊക്കത്തില്ല. ഒരു ദിവസം ഒരു ചർച്ചിനകത്ത് കയറി ചെന്നിരുന്ന് കരയുകയാണ്. അവിടുത്തെ പാസ്റ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ ചോദിച്ചു, എന്താ കുഞ്ഞെ കരയുന്നേ? പറഞ്ഞു, ഇതുപോലാണ് ഇവിടെ വന്നു. എൻ്റെ പൈസ എങ്ങനെ ജീവിക്കുന്നറിയാൻ വിളിച്ചോണ്ട് ഓർമ്മിച്ച് പറഞ്ഞു, എൻ്റെ ഇപ്പോൾ എത്ര രൂപയുണ്ട്? എന്നോട് കാശ് പറഞ്ഞു, ഇത്ര $1 $2 അന്നത്തെ കാലത്ത് $1 കിട്ടിയത് ഏകദേശം 200 വർഷം, 150 വർഷത്തിന് മുമ്പ്, 3 തലമുറ. എത്രാമത്തെ കഥയായി പറയുന്നത്? അത് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിനക്ക് എന്തോ ബിസിനസ് അറിയാം. പറഞ്ഞ് സോപ്പ് ഉണ്ടാക്കാനറിയാം. എൻ്റെ അമ്മ സോപ്പ് ഉണ്ടാക്കും വീട്ടിൽ. പക്ഷേ ഒരു കാര്യം ചെയ്യാം, ഒരു സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അതിന് വേണ്ടി പൈസ ഇല്ല. ഞാൻ വേറെ വലിയ പണക്കാരനെ, വലിയൊരാളിനെ പരിചയപ്പെടുത്തി തരാം. അയാളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് എടുത്താൽ മതി. പാർട്ട്ണർഷിപ്പ് എടുത്തു കഴിയാൻ ഒരു കാര്യമാണ്, നിനക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ എല്ലാം 10% കൊടുക്കണം. ഈ ചെറുക്കം പറഞ്ഞാൽ അയ്യോ 10 അല്ല 50% കൊടുക്കാൻ തയ്യാറാണ്. പറഞ്ഞിട്ട് അതേ ഒരു മാന്യനാണ്. 10% ചോദിക്കട്ടോ. ചോദിച്ചാൽ അതാര്? യേശു ക്രിസ്തു. നിനക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ രൂപയുണ്ടോ? പറഞ്ഞല്ല, അവൻ നിനക്ക് ബുദ്ധി തരും, ഭരിക്കാനും തരും. ആ കൊച്ചൻ പോയിട്ട് സോപ്പ് ഉണ്ടാക്കി. ആ സോപ്പിൻ്റെ പേരായിരുന്നു കോൾഗേറ്റ് സോപ്പ്. ആ ചെറുപ്പക്കാരൻ്റെ പേരായിരുന്നു കോൾഗേറ്റ്. ആളുകൾ ഫാക്ടറി നിറങ്ങി 2-3 ഉള്ളൂ. ഏറ്റവും കോൾഗേറ്റ് സോപ്പ്, നല്ല സോപ്പ്, കുളിച്ചാൽ അഴുക്ക് പോകും, നല്ല 1-ാം തരം സോപ്പ്. അടുത്ത ദിവസം 5 എണ്ണമായി, അടുത്ത ദിവസം 10 എണ്ണമായി, അടുത്ത ദിവസം 20 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ടൂത്ത് പൗഡർ ഉണ്ടാക്കുന്ന വെച്ചിട്ട് അതിൽ ടൂത്ത് പൗഡർ ഉണ്ടാക്കി കടലാസിനകത്ത് പൊതുക്കി വെച്ചിട്ട് പഴയ കാലത്ത് വിറ്റു. 5 പൈസ ടൂത്ത് പൗഡർ, ഒരാഴ്ചത്തേക്കുള്ള ടൂത്ത് പൗഡർ 5 പൈസ. അതിൽ പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് വർദ്ധിച്ചു. 2 വേലക്കാരെ കൂടാക്കി. അതാണ് നിങ്ങളെന്ന് പറ്റി തേച്ച കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ്. നിങ്ങൾ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ച് കഴിയുമ്പോൾ അതിൻ്റെ 1% അയാളുടെ കൊച്ചുമോന് കിട്ടും. അവിടെ അയാൾ മരിക്കുന്ന സമയത്ത്, 3ാമത്തെ കോൾഗേറ്റ് മരിക്കുന്ന സമയത്ത് 1972 ഞാൻ വായിച്ചു മാസികയ്ക്കകത്ത്, അയാളുടെ വരുമാനത്തിൻ്റെ 90% ദൈവവേലയ്ക്ക് കൊടുത്തു. ഇനി 10% എന്തുമാത്രം ഉണ്ടെന്നറിയോ? കോടി രൂപയാണ്. ആ മനുഷ്യൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അയാളുടെ മക്കളും ദൈവത്തോട് വിശ്വസിച്ചു. യേശുവിനെ നിങ്ങൾ പാർട്ട്ണറാക്കുക.
എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. 1 തിമോത്തിയോസ് 4:12. 1 തിമോത്തിയോസ് ഷാജി പഠിപ്പിച്ചു എങ്ങനെയാണ് പഠിക്കുന്നത്. 2 തിമോത്തിയോസിന് മുമ്പ്. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് ഒരു ഉപദേശം തരട്ടെ. നിങ്ങളുടെ മക്കളെ വേദപുസ്തകം പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കളെ താഴെ ഇരിക്കാൻ പഠിപ്പിക്കണം. എനിക്കറിയാം ഇന്നത്തെ കാലത്ത് ആരും താഴെ ഇരിക്കുന്നില്ല, എല്ലാവരുടെയും വീട്ടിൽ കർഷകരുണ്ട്. പക്ഷെ എങ്കിലും പ്രാർത്ഥിക്കാൻ നേരമെങ്കിൽ താഴെ ഇരിക്കണം. എനിക്ക് താഴെ ഇരിക്കാൻ പ്രയാസമാണ്, പക്ഷെ എനിക്ക് മുട്ടുമേ നിൽക്കാനുണ്ടോ 1/2 മണിക്കൂർ. നിങ്ങളുടെ മക്കളെ ഓടിക്കണം. 1 തിമോത്തിയോസ് 4:12 ഞാൻ വായിക്കട്ടെ. ആരും അടിവരയിടാനൊക്കുന്നൊരു വാക്ക്. ആരും എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, നിരീശ്വരവാദി, അധ്യാപകൻ, അയൽക്കാരൻ, ആണ്, പെണ്ണ്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. നിന്റെ പെങ്ങളുടെ യൗവനമല്ല, നിന്റെ ചേട്ടൻ്റെ യൗവനമല്ല, നിന്റെ യൗവനം. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കാറ്. ആരും നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കരുത്. എൻ്റെ മൂത്ത മോള് പഠിച്ചത് ബാംഗ്ലൂരിലാണ്, മൗണ്ട് കാർമൽ കോളേജ്. സൈക്കോളജി ഒക്കെ പഠിക്കണമെന്നുള്ളവർക്ക് അവിടെ പോയി പഠിക്കാം. നല്ല കോളേജാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജുകളിലൊന്നാണ് മൗണ്ട് കാർമൽ. വേറെയുണ്ട് കോളേജ്. അവളവിടെ പഠിച്ചു, ജയിച്ചു. അവൾ മാസ്റ്റേഴ്സിന് പോയി. അവിടെ ഞാൻ അനിയത്തി, എൻ്റെ 2ാമത്തെ മകൾ, 2 പെൺമക്കളാണ്. ആൻറ്റി നിൽക്കുവാന്നല്ലോ, ആരെങ്കിലും ഒരു കസേര കൊടുക്കാമോ ആൻറ്റിക്ക്? ഓ, വളണ്ടിയറാണോ? ഓക്കെ, ശരി. എങ്കിലും നിൽക്കാതെ എനിക്ക് വിഷമം. എനിക്ക് സ്ത്രീകളോട് സഹതാപമുള്ള കൂട്ടത്തില്ല. സത്യം പറയട്ടെ, സ്ത്രീകൾ എൻ്റെ ബലഹീനതയാണ്. തൃപ്തി, ഇത് വീഡിയോ എടുത്തോ? കാരണം എൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്, എൻ്റെ പെങ്ങളൊരു സ്ത്രീയാണ്. അതാണ് നല്ല അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു കേട്ടോ, നല്ല അർത്ഥത്തിലാണ്. അപ്പോൾ എൻ്റെ 2ാമത്തെ മകൾ അവിടെ പഠിക്കാൻ പോയി. അത് തന്നെ സൈക്കോളജി. ഒരു ദിവസം ക്ലാസ്സിൽ ഏതോ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോഴത്തേക്ക് ടീച്ചർ വന്നു, പ്രൊഫസർ വന്നു. പ്രൊഫസറെ എനിക്കറിയാം. പ്രൊഫസർ ചോദിച്ചു എന്താണ്? എല്ലാവരും കൂടെ നേരത്തെ ഒരു പ്ലാൻ കൂടി. നമ്മളെല്ലാം ഇതേ പറയാമോ കേട്ടോ, ഇതേ പറയാമോ? അപ്പോൾ 1ാമത്തെ ആൾ പറഞ്ഞു, അതിൻ്റെ 2ാമത്തെ പറഞ്ഞു, 3ാമത്തെ പറഞ്ഞു, 4ാമത്തെ പറഞ്ഞു. അവസാനം എൻ്റെ മോളൊക്കെ ചോദിച്ചു, ഗ്രേസ് ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ആ ബാക്കിയുള്ള വിദ്യാർത്ഥിനികൾ ഗേൾസ് കോളേജാണ്, ബാക്കിയുള്ള വിദ്യാർത്ഥിനികൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എൻ്റെ മോൾ. അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാം? ഞാൻ ഗ്രേസ് പറഞ്ഞത് വിശ്വസിക്കും. കാരണം അവളുടെ ചേട്ടത്തി എനിക്കറിയാമായിരുന്നു, അവൾ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞത് വിശ്വസിക്കും. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ഒരു ആൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ, എവിടെയെങ്കിലും ഇരിക്കുന്ന രൂപ എടുക്കുമ്പോൾ, ആർക്കെങ്കിലും രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നീ പറയുന്ന വാക്കിനകത്ത് തുച്ഛീകരിക്കരുത്. ഒരു പെൺകുട്ടി എടുക്കുക, നീ എൻ്റെ പെങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ പെങ്ങളായിരിക്കണം. നീ എൻ്റെ ആങ്ങളയായിരിക്കും പറഞ്ഞാൽ ആങ്ങളയായിരിക്കണം. ഞാൻ നിൻ്റെ അപ്പനായിരിക്കും പറഞ്ഞാൽ അപ്പനായിരിക്കണം. ഞാൻ നിൻ്റെ ഉപദേഷ്ടാവ്, പാസ്റ്റർ, പട്ടക്കാരൻ, ആരുമായിക്കോട്ടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതായിരിക്കണം. വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. യു മസ്റ്റ് ബി ആൻ എൻസാമ്പിൾ. എക്സാമ്പിൾ ഒരു വാക്കുണ്ട്, എൻസാമ്പിൾ ഒരു വാക്കുണ്ട്. യു മസ്റ്റ് ബി ആൻ എൻസാമ്പിൾ ഓർ എക്സാമ്പിൾ ഫോർ അതേഴ്സ്. മറ്റ് ചെറുപ്പക്കാരോട് സംസാരിക്കണം. അപ്പച്ചന്മാരോട് സംസാരിക്കാം. ബാക്കിയുള്ള അപ്പച്ചന്മാർക്ക് ഒന്ന് മാതൃകയായിരിക്കണം. ബാക്കിയുള്ള അമ്മച്ചന്മാർക്ക് മാതൃകയായിരിക്കണം. ബാക്കിയുള്ള പാസ്റ്റർമാർക്ക് മാതൃകയായിരിക്കണം. അവിടെ വയ്ക്കുക. ഇംഗ്ലീഷിൽ വായിക്കട്ടെ. Don't let anyone look down on you. ആരും നിന്നെ എന്ന് പറയാൻ ഇടയായി തരുന്നത്. നിങ്ങൾക്ക് വേറെ ഉപദേശം കൊടുത്തരാം. കഴിയുമെങ്കിൽ ഒരു വേദത്തെക്കുറിച്ചുള്ള കാര്യമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഒരു ഇംഗ്ലീഷ് മലയാളം ബൈബിൾ വാങ്ങിക്കാമെങ്കിൽ ഇംഗ്ലീഷ് വാക്കൂടെ ശ്രദ്ധിച്ച് പോകാം. ഞാനങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു. Don't let anyone look down on you because you are young. യൗവനക്കാരായിരിക്കുമ്പോഴാണ് നിന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അയൽക്കാരും ശ്രദ്ധിക്കും, സ്കൂളിലെ
ടീച്ചേഴ്സും ശ്രദ്ധിക്കും, മുക്കാങ്കടക്കാരനും ശ്രദ്ധിക്കും, ഓട്ടോറിക്ഷക്കാരനും ശ്രദ്ധിക്കും. ബട്ട് ഡോണ്ട് ലെറ്റ് ദം ലുക്ക് ഡൗൺ ഓൺ യു. നിന്റെ ഡ്രസ്സ് കാണുമ്പോഴും അറിയണം ഇത് സാധാരണ കൊച്ചല്ല. നിന്റെ നടപ്പ് കാണുമ്പോഴും അറിയണം ഇതൊരു സാധാരണ പയ്യനല്ല. നിന്റെ സംസാരം കേൾക്കുമ്പോഴും അറിയണം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് ഫലിതം അശ്ലീലത്തിൻ്റെ ആണെങ്കിൽ. എൻ്റെ കൂടെ ഒരാളെ സുശേഷത്തിലേക്ക് ഏറ്റവും അങ്ങനത്തെ വെളുത്ത വസ്ത്രം ധരിക്കുന്ന ഞാൻ ഒരാളിനെ കണ്ടിട്ടില്ല. ഒരു കുത്തുപോലും ഇല്ലാത്ത, ഡോട്ട് പോലും ഇല്ലാത്ത വൈറ്റ് ഷർട്ട്, പാൻറ് കറുത്തതായിരിക്കും, പക്ഷെ വൈറ്റ് ഷർട്ട് നല്ല തൂവെള്ളയാണ്. മൂന്നാമത്തെ മാസത്തിൽ ഞാൻ ഡിസ്മിസ് ചെയ്തു. എന്താ കാര്യം എന്നറിയാം? അയാൾ പറയുന്ന ഫലിതമെല്ലാം അശ്ലീലമായി. ചിരിച്ചു പോകും. ചിരിക്കത്തില്ലെന്ന് എനിക്ക് വിചാരം ഉണ്ടെങ്കിലും അവൻ്റെ ഫലിതം കേൾക്കുമ്പോൾ അങ്ങ് ചിരിച്ചു. മൂന്നാമത്തെ മാസം തിരിച്ചു. കാരണം അവിടെ എനിക്കറിയാം അവൻ്റെ സംസാരം അങ്ങനെയാണെങ്കിൽ അവൻ്റെ ചിന്തയും അങ്ങനെയായിരിക്കും. അവൻ്റെ ചിന്ത അങ്ങനെയാണെങ്കിൽ അവസരം കിട്ടുമ്പം ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് ലജ്ജയില്ലാത്ത. ഒരു ദിവസം ഇന്ദിരാഗാന്ധി എവിടെയോ യൂറോപ്പിനാണ്. എത്ര ഭൂഖണ്ഡങ്ങളുണ്ട് പറയുന്നവർക്ക് ഒരു പേനാര 7. ഏതൊക്കെ വെട്ടിലായി? എനിക്കത് തെറ്റിപ്പോയതായിരിക്കും. പറ, ഏതൊക്കെയാ? ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക. കേട്ടോ, ഇതൊന്നും ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, അതൊക്കെ ഉണ്ട്. പിന്നെ പറ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികളാരും കമ്പനികളുടെ മാനേജരാകാത്തത്? കമ്പനികളുടെ എല്ലാ ക്ലർക്ക് നമ്മളാണ്, മലയാളികളാണ്. കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ നമ്മളാണ്. മാനേജർ ലെവലിൽ നമ്മുടെ ആളുകളിൽ എന്താ കാര്യം? കോമൺ സെൻസ് ഇല്ല. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, കോമൺ സെൻസ് ഉണ്ടാക്കുക. ലെസ് ഇന്റർനെറ്റ്, മോർ റീഡിങ്. നന്നാവണമെന്ന് ആഗ്രഹമുണ്ടാകും, അല്ലാത്തവർ വേണമെന്നില്ല. യൂറോപ്പിൽ എവിടെയോ ഇന്ദിരാഗാന്ധി ഒരു പാർട്ടിക്ക് പോയി, മീറ്റിംഗ് കഴിഞ്ഞ പാർട്ടി, ഇന്ന് പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഒരാൾ വന്നു വെച്ച് ചോദിച്ചൊരു സാഹിബ് വന്നു വെച്ച് ഒരു ഡാൻസ് ചെയ്യുക. അവിടുത്തെ കൾച്ചറായിട്ട് നമ്മൾ ഇവിടുത്തെ മോഹൻലാലുമൊക്കെ ഡാൻസ് ചെയ്യുന്ന അതല്ല, അവരുടെ ഒരു കൾച്ചറാണ് ഡാൻസ് ചെയ്യുന്നത്. ഒരാൾ വന്നു വെച്ച് ചോദിച്ചു, ക്യാൻ ബി ഡാൻസ്? അയാൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി കേട്ടാണ്, I don't mind, but my people will mind it, so I won't do it. എനിക്ക് വിരോധമില്ല, പക്ഷേ എൻ്റെ ആളുകൾക്ക്, ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ ഡാൻസ് ചെയ്തില്ല. നിങ്ങളുടെ സാക്ഷ്യം ഇന്ദിരാഗാന്ധിയുടെ സാക്ഷ്യത്തെക്കാൾ വലുതായിരിക്കട്ടെ. രാഷ്ട്രീയക്കാരുടെ, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നാമധേയ ക്രിസ്ത്യാനികളുടെയും സാക്ഷ്യത്തിനേക്കാൾ ഉയരത്തിലായിരിക്കണം നമ്മൾ. ചില ഉദാഹരണങ്ങൾ പറയാൻ പോവാണ്. ഒന്ന്, ജോസ് എപ്പോഴും ആളുകൾ എടുക്കുന്ന, എപ്പോഴും ഞാനും വേറെ ആരുടെയും എടുത്താക്കുള്ളതാണ്. കാരണം എല്ലാവരും എടുക്കുന്നത് യൂത്ത് മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പം എടുക്കുന്നത് ജോസഫിൻ്റെ ആയിരിക്കും. 39-ാമത്തെ ഏത് പുസ്തകത്തിലാണ്? ഏത് പുസ്തകത്തിലെ മോനെ ജോസഫിൻ്റെ കഥ പറയുന്നത്? പറ, ഉൽപ്പത്തി. ഞാൻ പറയുമ്പോഴെങ്കിലും പറയണം. ഉൽപ്പത്തി. ഞാൻ ജനിച്ചു വളർന്നതൊരു യാക്കോബ കുടുംബത്തിലാണ്. പണ്ട് എൻ്റെ പപ്പ എന്നെ വേദപുസ്തകം പഠിപ്പിച്ചു. ഞങ്ങളെ മക്കളെ എല്ലാവരെയും പഠിപ്പിച്ചു. ഞങ്ങൾ പഠിച്ചു. 39-ാമത്തെ ആയി. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യുകയല്ല. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായില്ല എങ്കിൽ, നിങ്ങൾ പുതിയ തീരുമാനം എടുത്തില്ല എങ്കിൽ
ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ വന്നത് നഷ്ടത്തിലായിപ്പോയി. നാളെ ഞാൻ തിരികെ പോകും. നാളെ ഞാൻ ഡൽഹിക്ക് പോകും. പോയേ പറ്റുള്ളൂ. നാലാമത്തെ വാക്യം ഞാൻ വായിച്ചോളാം. അതുകൊണ്ട് ജോസഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗൃഹവിചാരനായി തനിക്കുള്ളതൊക്കെയും അവൻ അടിമയാണ്. അടിമയായിരിക്കുമ്പോഴും അവൻ്റെ വേലയ്ക്കകത്ത് അവൻ വിശ്വസ്തനായിരുന്നു. നിങ്ങൾ ഏത് വേലയ്ക്ക് പോകുന്നു വിശ്വസ്തനായിരിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. നിങ്ങളെ ഏൽപ്പിക്കുന്ന പണത്തിനകത്ത് നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. എൻ്റെ ഇളയ മോൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അവൻ ജോലി ചെയ്യുന്നതും ബാംഗ്ലൂരിലാണ്. ഒരിളയ മോനെ കൊണ്ട് ബാക്കിയെല്ലാം അതിൻ്റെ മൂത്തതാണ്. അവനോട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ താമസിച്ചിരുന്നത് ഒരു ജൈന മതക്കാരൻ്റെ വീട്ടിലാണ്. അവനാണ് ചെലവിൽ മുഴുവൻ കൊടുത്തത്. അവനാണ് ഞാൻ കണ്ടിട്ട് പോലും അവരുടെ മോനും എൻ്റെ മോനും കൂടെ ഒന്നിച്ച് പഠിച്ചത്. അവരുടെ മോൻ ചെന്ന് അവൻ്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് ഫ്രീ ആയിട്ട് അക്കോമഡേഷനും ആഹാരവും കൊടുത്താണ്. അവരുടെ മകളുടെയാണോ കല്യാണത്തിന് മകളുടെ കല്യാണം. അവരുടെ മകളുടെ കല്യാണത്തിന് ട്രഷറർ, മലയാളം ഖജാൻജി, അക്കൗണ്ടന്റ് അങ്ങ് വെച്ചതിൻ്റെ മോനെയാണ്. ഓരോരുത്തരും വന്നിട്ട് കൊടുക്കുന്നതൊക്കെ എന്തോ 1 കിലോ വെള്ളി. വലിയ പണക്കാരാണ്, ഭയങ്കര പണക്കാർ. എൻ്റെ മോന് വേണമെങ്കിൽ അതിനകത്ത് 1 ലക്ഷം രൂപ എടുത്താൽ ആരും അറിയത്തില്ല. പേരെഴുതി വെച്ചൊന്നുമല്ല കൊണ്ടുപോകുന്നത്. എന്നൊക്കെ പറഞ്ഞു, ഡാഡി അധികം പേരും കൊണ്ടുപോകുന്നത് 1 കിലോ വെള്ളിയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ മോനെ ഏൽപ്പിച്ചത്? എന്നെ അവിടെ അറിയത്തില്ല. എൻ്റെ പേര് നല്ല എടുത്തത്. നിങ്ങളുടെ സാക്ഷ്യം തിളക്കമുള്ളതായിരിക്കും. പിന്നീട് ഒരു സംസാരിക്കാം. 4-ാമത്തെ വാക്യത്തിലാണ് ഞാൻ വായിച്ചത്. അവനെ ഗ്രഹവിചാരകനാക്കി. 5-ാമത്തെ വാക്യം, അവൻ തൻ്റെ വീട്ടിൽ തനിക്കുള്ള സകലത്തിനും അവിടുത്തെ പെൺപിള്ളാർക്കും അവിടുത്തെ വേലക്കാരികൾക്കും അവിടുത്തെ പണത്തിനും അവിടുത്തെ പശുവിൻ്റെ പാലിനും അവിടുത്തെ സ്വർണത്തിനും സകലത്തിനും അവിടെ വിചാരനാക്കിയത് മുതൽ യഹോവ യോസഫിൻ്റെ നിമിത്തം മിസ്രയീമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലുമുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. നിങ്ങൾ കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് അനുഗ്രഹം ഉണ്ടാകണം. നിങ്ങൾ കാരണം നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ സ്കൂളിൽ അനുഗ്രഹം ഉണ്ടാകണം. നിങ്ങൾ സ്കൂളിൽ കയറി ചെല്ലുമ്പോൾ പറയണം, കർത്താവേ യേശുവേ ഈ സ്കൂളിനെ ഞാൻ കാരണം നിങ്ങൾ കാരണം അനുഗ്രഹിക്കണമെന്ന് പറയണം. ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങളെവിടെയാണ് ജോലി ചെയ്യുന്നത്? എൻ്റെ കൊച്ചുനാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടൊന്നും കേട്ടോ, തെറ്റിയിരിക്കട്ടെ. അന്ന് അവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, മുതലാളിത്തം നശിക്കട്ടെ. ഇപ്പോൾ അവർ പറയത്തില്ല, കാരണം അവരെല്ലാവരും മുതലാളികളായി. നിങ്ങൾ കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അനുഗ്രഹം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സ്കൂളിലെ മകളും നശിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, കോളേജിലെ സാധനം നശിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ കാരണം സ്ഥലത്തിലെത്താൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണെന്ന്. എനിക്ക് പാർട്ടിയില്ല. ഞാൻ ഇന്ന് വരെ വോട്ട് കൊടുത്തിട്ടില്ല. വോട്ട് ചെയ്യണം, ഞാൻ എല്ലാവരും പറയും. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. കാരണം പോട്ടെ, നിങ്ങൾ കാരണം നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ കോളേജ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ദേശം, തിരുവനന്തപുരം പട്ടണം കേരളം അനുഗ്രഹം പ്രാപിക്കണം. 6-ാമത്തെ വാക്യം, അവൻ തനിക്കുള്ളതൊക്കെ ഈ യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കയ്യിലുള്ള മാറ്റി യാതൊന്നും അവൻ അറിഞ്ഞില്ല കേട്ടോ. അവൻ അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഈ UP-യിലൊക്കെ ഒരു ഇടപാടുണ്ട്. UP-യിലൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ അവസാനത്തെ ദിവസം ഒരു സ്തോത്ര കാഴ്ച എടുത്തിട്ട് പ്രസംഗിക്കുന്ന ആളിന് കൊടുക്കും. അപ്പം മിക്കവാറും എൻ്റെ കയ്യിലായിരിക്കും തരുന്നത്. പക്ഷേ ഞാൻ പാന്നേരം അതിലോട്ട് തരുന്നത് എണ്ണാനൊന്നും സമയമില്ല, അവർ വേണ്ടി കാണത്തില്ല. അപ്പോൾ എണ്ണാതെ ഒരു പ്ലാസ്റ്റിക് സഞ്ചി നിറച്ച് രൂപയും കൊണ്ടുപോകാൻ ഞാൻ കൊണ്ടുവന്ന് കഴിച്ച് ആരെ ഏൽപ്പിക്കും? എൻ്റെ ഓഫീസിലോട്ട് ചെന്നിട്ട് ഞാൻ എണ്ണത്തില്ല, ഞാൻ രൂപ എണ്ണാറില്ല. പിന്നെ ഞാൻ ആരെ ഏൽപ്പിക്കും? വിശ്വാസമുള്ള ഒരാളിനെ ഏൽപ്പിക്കും. മിടുക്കന്മാരുണ്ട്, കാണാനുള്ളവന്നുണ്ട്, ഒത്തിരി കഴിവുള്ളവരുണ്ട്, രൂപ എളുപ്പം എണ്ണാൻ കഴിയുന്നു. വിശ്വസ്തനായിട്ടുള്ള നിങ്ങൾ ആ കൂട്ടത്തിലായിത്തീരണം. സകലത്തിലും അവിടുത്തെ പെൺപിള്ളേരുടെ കാര്യത്തിൽ സകലത്തിനകത്ത് അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത് കേട്ടോ. 7-ാമത്തെ വാക്യം, യോസഫ് കോമളനും മനോഹര രൂപയുമായിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസഫിൻ്റെ മേൽ കണ്ണ് പതിച്ചു. കണ്ണ് പതിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരുന്നു. നിങ്ങൾക്കാർക്കും ആ കുഴപ്പമില്ല.
നോക്കിയിരുന്നു. നീ പറയുന്നത് കാര്യമായിട്ട് പറയാം. നിങ്ങളെ പഠിപ്പിക്കുക. കാണാൻ ഒത്തിരി നേരം നോക്കിയിരിക്കണം. സ്കൂളിലായാലും കോളേജിലായാലും ജോലി സ്ഥലത്തായാലും ബസ്സിനകത്തായാലും കാണാൻ ഒത്തിരി നേരം നോക്കിയിരിക്കരുത്. ഒത്തിരി നേരം നോക്കിയിരിക്കാമെങ്കിൽ ദുശ്ചിന്ത ഉണ്ടാകും. അവിടെ നിർത്തിയ അവന് കണ്ണ് വഹിച്ചു. എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ ശയിച്ചിരുന്നെങ്കിൽ അവൻ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. വൈകിട്ട് ഒരു ഗ്ലാസ് പാല് എക്സ്ട്രാ കിട്ടും. ബാക്കിയുള്ളവർക്കൊക്കെ ഇറച്ചി വിളഞ്ഞ് കൊടുക്കുമ്പോൾ 4-5 കഷ്ണം കൂടുതൽ കൊടുക്കും. പിന്നെ ബദാമും ഒക്കെ കിട്ടും. അവൻ ശമ്പളം കൂടുതൽ കിട്ടും. അതൊരു വീട് വെച്ച് കൊടുത്തില്ല. അവന് കുറച്ച് ജോലി ചെയ്യാതെ മതിയായിരുന്നു. അവന് പ്രയോജനമുണ്ടായിട്ടും അവൻ ചെയ്തില്ല. നിങ്ങൾക്കും പ്രയോജനമുള്ള ഒരു പാപം, ഇത് മാത്രമല്ല വേറെ ഏതെങ്കിലുമൊക്കെ പാപം ചെയ്യാൻ ആഗ്രഹമുണ്ടായാൽ, അവസരമുണ്ടായാൽ, സുവർണാവസരമുണ്ടായാൽ ചെയ്യുക. എൻ്റെ കൂടെ ഒരു CK ജോർജ് ഉണ്ട്, ചാത്തന്നൂർ.